നമസ്കാരം. UDF-ൽ കോലങ്ങൾ നിന്ന് കത്തുമ്പോൾ LDF കോലം കെട്ടലയുമ്പോൾ കാലത്തിനൊത്ത കോലവും കെട്ടി തിരുവാതിര ആരംഭിക്കുന്നു. ഇന്ന് തുടക്കം ഒരു ചോദ്യത്തോടെയാണ്. ഈ കാണുന്ന ചിത്രം സൂക്ഷിച്ചു നോക്കുക. ജാപ്പനീസ് വസ്ത്രമായ കിമോണ ധരിച്ചു നിൽക്കുന്ന ഈ താരം ആരാണ്? ഒരു ക്ലൂ തരാം, ഒരേ ഒരു ക്ലൂ. തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാണ് ഈ വനിത. ഉത്തരം തിരുവാതിരയിൽ തോന്നുമ്പോൾ പറയാം. ഇടതുമുന്നണിയെ അതിന്റെ നായകർ കുട്ടിച്ചോറാക്കി കഴിഞ്ഞു. ജനതാദളിന് മന്ത്രിയും പോയി, മാനവും പോയി. കുട്ടിക്കരണം ചാടാൻ റെഡിയായി ദൾ കുട്ടികൾ കാത്തു നിൽക്കുന്നു. എല്ലാം കുട്ടിക്കളിയായി കണ്ടാൽ മതി എന്നാണ് CPM പറയുന്നത്. അതുകൊണ്ട് ഒരു കുട്ടിക്കഥ കാണാം. കാട് പരിപാലിക്കേണ്ട മൃഗരാജാവ് കാട് മുടിച്ചതിന്റെ കഥ. വിക്രമൻ എന്ന സിംഹത്തിന്റെയും കാട്ടിലെ പാവ മൃഗങ്ങളുടെയും കഥ. പണ്ടൊരു കാട്ടിൽ ദുഷ്ടനായ ഒരു സിംഹം താമസിച്ചിരുന്നു. ഒരുപാട് കത്തികൾ പല വഴിക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ വഴിക്ക് നടന്നു വന്നവരാ ഞങ്ങൾ. അക്രമിയും അഹങ്കാരിയും ക്രൂരനുമായിരുന്നു വിക്രമൻ. മൃഗങ്ങളെ വേട്ടയാടുന്നതും വിരട്ടുന്നതുമായിരുന്നു വിക്രമന്റെ വിനോദങ്ങൾ. പേടിച്ചരണ്ട മൃഗങ്ങൾ തങ്ങളെ കൂട്ടത്തോടെ കൊല്ലരുതേ എന്ന് വിക്രമനോട് അപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവർ സംഘം ചേർന്ന് വിക്രമന്റെ അടുത്തെത്തി. തങ്ങളെ ഉപദ്രവിക്കരുതെന്നും ഓരോ ദിവസവും ഓരോരുത്തരായി ഊഴമനുസരിച്ച് എത്തിക്കൊള്ളാമെന്നും അവർ വിക്രമന് ഉറപ്പു നൽകി. ദിവസങ്ങൾ കഴിഞ്ഞു. ഊഴമനുസരിച്ച് കുരങ്ങൻ, മാൻ, പോത്ത് ഇങ്ങനെ ഓരോ മൃഗങ്ങളെയായി വിക്രമൻ തിന്നു. സിംഹത്തിന്റെ കഥയിലേക്ക് തിരിച്ചെത്താം. അതിനു മുമ്പ് കാട്ടിലെ രണ്ട് ഉറ്റ ചങ്ങാതിമാരെ പരിചയപ്പെടാം. ആദ്യം വീരു എന്ന ആന. ആനയ്ക്കൊത്തിരി വയറുണ്ടേ, നീളൻ തുമ്പി കൈയുണ്ടേ. ആനയ്ക്കൊത്തിരി വയറുണ്ടേ, നീളൻ തുമ്പി കൈയുണ്ടേ. തുമ്പപ്പൂവിൻ നിറമുള്ള കൂർത്ത കൊമ്പു രണ്ടുണ്ടേ. പടിയും വേഗി നടക്കാനാ ആന പാപ്പാൻ കൂട്ടുണ്ടേ. അടിവച്ചങ്ങനെ ഗമയിൽ പോകാൻ കടിച്ച കാലുകൾ നാലുണ്ടേ. കടിച്ച കാലുകൾ നാലുണ്ടേ. വീരു ആനയ്ക്കൊരു മോഹം. വീരു അത് കൂട്ടുകാരൻ ഭർഗൻ കുറുക്കനോട് പറഞ്ഞു. സുഹൃത്തെ, എനിക്കൊരു മോഹം, ഒന്ന് വേട്ടയാടണം. ഞങ്ങൾ സിറ്റിംഗ് സീറ്റാണ് ഇപ്പോൾ. സിറ്റിംഗ് സീറ്റ് അതാത് പാർട്ടികളുടെയാണ്, അതിൻ്റെ രാഷ്ട്രീയ മര്യാദ. ഈ സമയത്താണ് കുറുക്കന്റെ വിധി ദിനം അടുത്തു വന്നത്. അതായത് സിംഹത്തിന്റെ മുന്നിൽ ഇരയാകാൻ ചെല്ലേണ്ട ആ ദിനം. RSPക്കാരുടെ ഒരു സീറ്റ് അവർ പിടിച്ചു. ജനതാദളിൻ്റെ സീറ്റ് ഇപ്പോൾ ഒന്ന് പിടിച്ചിരിക്കുക. എന്നെ അവർ വിടുമല്ലോ എനിക്കറിയത്തില്ല. ഒടുവിൽ അവർ ഞങ്ങളുടെ ഒരു സീറ്റും കൂടി തീരൂ എന്നുള്ള വാശിയില്ല. ഇങ്ങനെ സങ്കടം പറഞ്ഞാലൊന്നും സിംഹത്തിന്റെ അടുത്ത് ചെലവാകില്ല. ബുദ്ധിമാനായ കുറുക്കൻ തന്റെ ബുദ്ധി ഉപയോഗിച്ചു. കുറുക്കന് അപകടം മനസ്സിലായി. എന്തായാലും രക്ഷപ്പെടാൻ ഒരു ബുദ്ധി പ്രയോഗിക്കാം. കുറുക്കൻ രണ്ടും കൽപ്പിച്ച് സിംഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. മൃഗരാജൻ, അങ്ങ് വല്ലാതെ വിശന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത്തിരി ശരീരം മാത്രമുള്ള എന്നെ ഭക്ഷിച്ചാൽ അങ്ങേക്ക് വിശപ്പടക്കാൻ കഴിയില്ല. അതിനാൽ ഒരു വലിയ മൃഗത്തെ ഞാൻ അങ്ങേക്ക് തരാം. വലിയ മൃഗമോ? അതെവിടെ? അങ്ങനെ സ്വന്തം കാര്യം നേടാനായി കുറുക്കൻ സിംഹത്തിന്റെ ഒപ്പം കൂടി. സിംഹത്തിന് ഇരയെ കിട്ടിയാൽ മതി. ആനയുടെ വിധി ഇങ്ങനെയായി. മുന്നണിയിൽ ഞങ്ങളെ ചവിട്ടി ഇറക്കിയാൽ, ഇറക്കി കഴിഞ്ഞല്ലോ, പിന്നെ ഉണ്ടോയെന്ന് ഞങ്ങളോട് തന്നെ ചോദിക്കുന്നത്.
വേണമെങ്കിൽ നമുക്ക് കഥ ഇവിടെ ഇങ്ങനെ നിർത്താം. പക്ഷേ സിംഹത്തിന്റെ വായിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെട്ട കുറുക്കന് ഇനി എന്ത് സംഭവിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ കൂട്ടുകാരനെ ബലി കൊടുത്ത ഇവൻ സൂത്രശാലിയാണ്. ഇവനെ പിടിക്കാൻ ഒരു ബുദ്ധി തന്നെ പ്രയോഗിക്കാം. അങ്ങ് എന്താണ് ആലോചിക്കുന്നത്? നിന്നെ എന്റെ മന്ത്രിയാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. വരൂ, ഈ രാജചിഹ്നം സ്വീകരിക്കൂ. മന്ത്രിയാവാൻ കിട്ടിയ അവസരമല്ലേ? അവൻ സിംഹത്തിന്റെ അരികിലേക്ക് ചെന്നു. നോക്കണേ, ചതിയന് കിട്ടിയ ശിക്ഷ. ആനക്കൂട്ടത്തെ ചവിട്ടി പുറത്താക്കിയതുകൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല. തമ്മിലടിച്ച് പിരിയാനാണ് അവരുടെ വിധി. ഇടതുമുന്നണിയിൽ നിന്ന് കിട്ടിയ ചവിട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം മാത്യു ജോണിന് നൽകിക്കൊണ്ട് നേതാക്കൾ കളി തുടങ്ങി. വീരേന്ദ്രകുമാർ കൺവീനറായിരുന്നപ്പോൾ ഇടതുപക്ഷ മുന്നണി പിരിച്ചുവിട്ടിട്ടുണ്ട്. ഹലോ, ഞങ്ങൾക്കൊന്ന് പറയാനുള്ളത്, ഇയാൾ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്. ഈ സംസാരിക്കുന്ന അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. അയാൾ CK എന്നാണോ എൻ്റെ ആളാണ്. ഈ പാർട്ടിയെ ഭിന്നിക്കുവാൻ വേണ്ടിയിട്ട് ചില ആളുകൾക്ക് നടക്കുന്നുണ്ട്. ഈ പാർട്ടിയെ ഭിന്നിപ്പിക്കാൻ ആര് തന്നെ ശ്രമിച്ചാലും ഒരു കാരണവശാലും അതിൽ കൂട്ടു നിൽക്കില്ല ഇവിടുത്തെ പ്രവർത്തകരെന്ന് മാത്രമാണ് ഞങ്ങൾ പറയാനുള്ളത്. CK നാണോന്റെ തല്ലാണ്. CK നാണോന്റെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഈ പാർട്ടി MD വീരേന്ദ്രകുമാറിന്റെ പിന്നിൽ സൈദ്ധാന്തിക പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്ന CPM-ന് സഖാവ് മഅ്ദനി ഉസ്താദ് നൽകുന്ന ദാസ് ക്യാപിറ്റൽ വ്യാഖ്യാനവും ഉപദേശങ്ങളുമാണ് അടുത്തത്. നിങ്ങളോട് സംസാരിക്കുന്നത് PDPയുടെ ചെയർമാനായ ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മദനി സാഹിബാണ്. വാരിയെല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്ത് നിന്ന് എന്നെ മാറ്റാതിരുന്ന, എന്നെ ഒഴിവാക്കാതിരുന്ന, താങ്ങും തണലുമായി നിന്ന, ഒരുപാട് ആക്ഷേപങ്ങളും വിമർശനങ്ങളും താങ്ങേണ്ടി വന്നപ്പോഴും അബ്ദുൽ നാസർ മദനി എന്ന ഈ വിനീതനായ സഹോദരനോട് എപ്പോഴും സ്നേഹവും താല്പര്യവും പ്രകടിപ്പിച്ച കേരളീയ സമൂഹത്തിന്റെ പ്രതിനിധികളായ എന്റെ മുന്നിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദുരിതമനുഭവിക്കുന്നവരും എല്ലാവർക്കും സഹായമെത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. കഴിയോ മക്കളെ? എല്ലാ നേതാക്കന്മാരോടും ഒപ്പം നിന്നുകൊണ്ട് ശക്തമായി പാർട്ടി പ്രവർത്തനം നടത്തണം. കഴിയോ മക്കളെ? എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടൊപ്പം മരണം വരെയും ഞാൻ ഉണ്ടാകും. 1000 ആണ്ട് കാലങ്ങളായി അടിച്ചമർത്തപ്പെടുന്ന മർദ്ദിത സമൂഹത്തിന്റെ വിമോചനത്തിന് വേണ്ടി എന്റെ ശിഷ്ടായുസ് ഈ പ്രിയപ്പെട്ട സമൂഹത്തിന് ഞാൻ സമർപ്പിക്കുകയാണ്. 1000 വീരവിപ്ലവാഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരാൾ നന്നാകാൻ ശ്രമിച്ചാൽ സമ്മതിക്കില്ല എന്നതാണ് കോൺഗ്രസിന്റെ നയം. മദനിയെ തീവ്രവാദിയായി കാണാനാണ് പണ്ട് മദനിയെ വെച്ച് പോസ്റ്റർ അടിച്ച അവർക്കിഷ്ടം. പക്ഷെ CPM അങ്ങനെയല്ല. ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന ഭീകരതയുടെ നേരെ പരസ്യ നിലപാട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും സ്വീകരിച്ചിട്ടുണ്ട്. അത് ഭീകരതയെ പ്രോത്സാഹിപ്പിക്കലായിരുന്നില്ല, മതമൗലികവാദത്തെ പ്രോത്സാഹിപ്പിക്കലായിരുന്നില്ല, ഏതെങ്കിലും തരത്തിൽ വർഗീയതയെ ശക്തിപ്പെടുത്തലായിരുന്നില്ല. ഇതെല്ലാം ഉണ്ടായാൽ സ്വാഭാവികമായും ഞങ്ങൾ എതിർക്കേണ്ടതായിട്ട് വരും. അതൊന്നുമില്ലാത്ത ഒരാളെ ഞങ്ങൾ എന്ത് എതിർക്കണം? CPM-ന് രാഷ്ട്രീയമാണോ രാഷ്ട്രീയ കൂട്ടുകെട്ടാണോ വലുത് എന്നതാണ് വലിയ ചോദ്യം. മഅ്ദനി തീവ്രവാദിയാണെന്ന് ആരും പറയുന്നില്ല. പക്ഷെ തീവ്രവാദ പാർട്ടിയെന്ന് മാർക്സിസ്റ്റ് നേതാക്കൾ പറയുന്ന മുസ്ലിം ലീഗിലെ നേതാക്കൾ ആരും മഅ്ദനി നേരിടുന്ന പോലുള്ള ആരോപണങ്ങൾ നേരിടുന്നില്ല.